മാജിക് കാണണോ നിങ്ങൾക്ക്? ഓടി വാ, ഓടിയിട്ട് അടിച്ചതിൽ വീഴല്ലേ. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മാജിക് ആണ്. മാജിക് അല്ല, ഒരു കുഞ്ഞി സിനിമ പരിപാടി. അതിന് വേണ്ടി നമ്മൾ ചെമ്പരത്തി എടുക്കാം. മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും നിങ്ങൾ കണ്ടോ. നാടൻ ചെമ്പരത്തി അല്ലെങ്കിൽ ചുമന്ന ചെമ്പരത്തി. എന്തായാലും ഞാനിപ്പോൾ ഒരു 6-7 എങ്ങാണ്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നല്ലപോലെ അതിൻ്റെ ഇതിൽ മാത്രം എടുത്ത് കഴുകിയിട്ട് ചായപാത്രത്തിലേക്ക് മാറ്റുക. ചായപാത്രം തന്നെ വേണമെന്നില്ല, എന്നും പറഞ്ഞാൽ വീട് ചായപാത്രം തപ്പി നടക്കരുത്. നമ്മൾ ചായപാത്രം അല്ലെങ്കിൽ വീട്ടിൽ വെള്ളം തിളപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം നമ്മൾ നേരെ തീ കത്തിച്ച് അടുപ്പത്തേക്ക് വെക്കാം. പിന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ ഫുള്ള് മാറുന്നവരെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അല്ല കേട്ടോ, സോറി, ആ ചെമ്പരത്തി ഇതളിൻ്റെ കളർ മാറുന്നവരെ എടുക്കണ്ട. ഇതെടുത്ത് ഞാൻ മാറ്റി. പിന്നെ എന്നാലും ഇതെല്ലാം അവശിഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ അരിച്ചാണ് ഒഴിക്കുന്നത്. അങ്ങനെ ഇത് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കളർ കാണുന്നുണ്ട്? ഞാനിത് പൊക്കുമ്പോൾ നിങ്ങൾക്കൊരു പിങ്ക് കളർ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ കുഞ്ഞു പിള്ളേർ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേവായി കൈ പൊള്ളിച്ചതിന് ശേഷം എൻ്റെ പേര് പറയരുത്. എടുത്ത് പൊക്കുമ്പോൾ നിങ്ങൾക്ക് ആ കളർ കാണുന്നുണ്ടോ ഗൈസ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം നമ്മൾ നാരങ്ങാനീരാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നാരങ്ങ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ബാക്കിൻ്റെ ആ ഒരു അടുത്തതായിട്ടൊരു ബ്രൗൺ കളർ വരുന്ന നാരങ്ങയുണ്ട്, അതെടുക്കൽ ഭയങ്കര പുളിയായിരിക്കുമേ. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴാണ് ഗൈസ് ആ മായ കാഴ്ച, അത് റെഡ് കളറായി മാറിയിട്ടുണ്ട്. ഇപ്പോഴാണ് എൻ്റെ മുതൽ പുഞ്ചിരി വീണത്. അതിൻ്റെ മാജിക് കഴിഞ്ഞല്ലോ, എടുത്ത് കളഞ്ഞോണ്ടെന്നും പറഞ്ഞ് എടുത്ത് കളയരുത്. ഒരു ചിന്ന പരിപാടിയും കൂടെ ഉണ്ട്, കാണിച്ചു തരാം. എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ ഗൈസ്, റെഡ് കളർ കണ്ടപ്പോൾ. ഈ റെഡ് അല്ലാട്ടോ എനിക്ക് കുറച്ചുകൂടി ലൈറ്റ് റെഡായിരുന്നു. ക്യാമറയിൽ കാണുമ്പോൾ അങ്ങനെ ആയിരിക്കും, അതിൻ്റെ ആയിരിക്കും കുഴപ്പം. നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തു. ഇതാണ് എൻ്റെ കളർ ഡിഫറൻസ്. ഈ കളർ സാധനമാണ് ഈ റെഡ് കളറിലേക്ക് മാറിയത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇടയ്ക്ക് വന്ന് വീഡിയോ കട്ട് ചെയ്ത് മൊത്തം നശിപ്പിച്ചു. ഒരു പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിടുന്നത്. ഇത്രയും വേണമെന്നില്ല കേട്ടോ. ഞാൻ പിന്നെ പഞ്ചസാരയ്ക്ക് അത്ര അഡിക്റ്റ് ആയതുകൊണ്ട് ഇട്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ഇളക്കിയിട്ട് എടുത്ത് കുടിച്ചേക്കരുത്. ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് എടുത്ത് കുടിക്കാവുള്ളൂ. ഞാൻ എടുത്ത് കുടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആ നാരങ്ങയുടെ പുളി കൊണ്ട് മാത്രം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത്രയുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ.